السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്തു സജ്ദ 3 ആയത്തുകൾ കഴിഞ്ഞ് 4-ാമത്തെ ആയത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പും അവക്കിടയിലുള്ളതിൻ്റെ സൃഷ്ടിപ്പും അവൻ 6 ഘട്ടമായി 6 നാൾ കൊണ്ട് പൂർത്തിയാക്കി എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത്. ശേഷമുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സുമ്മസ്തവാ അലൽ അർഷ്. സുമ്മ പിന്നീട്, ഇസ്തവാ അലൽ അർഷി അവൻ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു. ഇസ്തവാ അലൽ അർഷി സിംഹാസനത്തിന്മേൽ അവൻ ആരോഹണം ചെയ്തു. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനിഹി അല്ലാഹുവിന് പുറമെ, മിൻ വലിയിൻ യാതൊരു രക്ഷാധികാരിയും, വലാ ഷഫീഅ് ഒരു ശുപാർശകനുമില്ല. അഫലാ തതദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? സുമ്മസ്തവാ അലൽ അർഷ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ശേഷം അർശിന്മേൽ അവൻ ആരോഹണം ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത് ഇസ്തവാ അലൽ അർശി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അർശിന്മേൽ പിന്നീടവൻ ആരോഹണം ചെയ്തു. അതിൻ്റെയൊക്കെ പുറമെ അർറഹ്മാനു അലൽ അർശിസ്തവ എന്ന് വേറെ ഇടങ്ങളിലും ഇങ്ങനെ അർശുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 20ഓളം സ്ഥലങ്ങളിൽ റഹ്മാനായ റബ്ബിൻ്റെ അർശുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയോഗങ്ങൾ മാത്രം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അർശ് എന്ന് പറഞ്ഞാൽ രാജകീയ പീഠം, രാജസിംഹാസനം എന്നൊക്കെ അതിൻ്റെ ഭാഷാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികളെ സംബന്ധിച്ച്, രാജാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞിടത്തും ഖുർആൻ അർശ്, അവരുടെ രാജകീയ പീഠത്തെ സംബന്ധിച്ച് അർശ് എന്ന് ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ വണങ്ങുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പിതാവായ യാക്കൂബ് അലൈഹിസ്സലാമിനോട് പറഞ്ഞ, പിന്നീട് ആ സ്വപ്നം പുലർന്ന ചരിത്രം നമ്മൾ കേട്ടവരാണ്. 11 സഹോദരങ്ങളും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മാതാപിതാക്കളും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കാഴ്ച പിന്നീട് ഈ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമെന്ന നിലക്ക് അല്ലാഹു തആല സൂറത്ത് യൂസുഫിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ സൂറത്ത് യൂസുഫിൽ അവസാനം ആ സംഗമം നടക്കുന്ന അവസരത്തിൽ ബാപ്പയും ഉമ്മയുമൊക്കെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക്, ഈജിപ്തിലേക്കുള്ള ആ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ അവിടെ റഫഅ അബവൈഹി അലൽ അർശി എന്ന് പറയുന്നുണ്ട്. മാതാപിതാക്കളെ അർശിന്മേൽ കയറ്റിയിരുത്തി, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അർശിന്മേൽ കയറ്റിയിരുത്തി എന്നവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടെയും അർശ് പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു നംലിൽ ബിൽഖീസ് രാജ്ഞിയുടെ
ചരിത്രം പറയുന്നിടത്ത് ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷി കണ്ട കാഴ്ച വിവരിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ആ ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷി അതിന് മനസ്സിലാക്കാൻ സാധിച്ച കാഴ്ച, സുലൈമാൻ നബിയുടെ പട്ടാളത്തിലുള്ളതാണല്ലോ പക്ഷികളുമൊക്കെ, പക്ഷികളുടെ ചീഫ് കമാൻഡറായി അറിയപ്പെട്ടിരുന്നതാണ് ഹുദ്ഹുദ്. അതൊരു മരക്കൊത്തി പക്ഷിയായിരുന്നു, നമ്മൾ പഠിച്ചവരാണ്. ആ പക്ഷി വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഊതിയതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അളീം. അവൾക്കൊരു വലിയ സിംഹാസനമുണ്ട്, ഞാനത് കണ്ടിട്ടാ വരുന്നത് എന്ന്. അപ്പോൾ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനത്തെ സംബന്ധിച്ചും ഖുർആൻ പ്രയോജനം തന്നെയാണ് അർശ് എന്ന് തന്നെയാണ്. പിന്നെ മേൽക്കൂര, അതിനൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കും അർശ്, അരീശ്, നമ്മൾ പന്തല്. അതേപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന എന്തും പീഠങ്ങളിലൊക്കെ എന്ത് പ്രയോഗിക്കും? ഈ അർശ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അർശുർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് എന്ന് പറയുമ്പോൾ അവൻ ഇസ്തവ അലൽ അർശി എന്നാണ് ഇവിടെ ഖുർആനിൽ ഇവിടെ പ്രയോഗിക്കുന്നത്. ഇസ്തവ എന്നുള്ളതിന് അതിനോട് കൂടെ മറ്റു ഒരു അക്ഷരങ്ങളും ചേരാതെ സ്വന്തമായി പറഞ്ഞാൽ കമുല, തമ്മ എന്നൊക്കെയാണ് അർത്ഥം. പൂർത്തിയായി, പൂർണ്ണമായി എന്നാണ്. വെറും ഇസ്തവ എന്ന് പ്രയോഗിച്ചാൽ അറബിയിൽ എന്താ അർത്ഥം? പൂർണ്ണമായി, പൂർത്തിയായി എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. എന്നാൽ ഈ ഇസ്തവയോട് ചില അക്ഷരങ്ങൾ ചേർന്ന് വരും. ആ ചേർന്ന് വരുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥതലങ്ങൾ മാറും. ഒറ്റക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇസ്തവ എന്ന് പറഞ്ഞാൽ തമ്മ, കമുല, പൂർത്തിയായി എന്നൊക്കെയാണ്. അതേ അവസരത്തിൽ ഇസ്തവ വ എന്ന് ചേർന്ന് വന്നാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇസ്തവൽ മാഉ വൽ ഖശബു, മാവും ഖശബും സമമായി, അപ്പോൾ വെള്ളം മരത്തടിയും സമമായിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ അവിടെ സമമായി എന്നുള്ള ഉദ്ദേശമാണ്, ഒരേ ലെവലിൽ ഇങ്ങനെ നിന്നു എന്നാണ് അവിടെ വാവ് ഇസ്തവയോട് ചേരുമ്പോൾ. ഇനി അതേപോലെ തന്നെ ഖുർആനിൽ ഇസ്തവ ഇല എന്ന് കാണും. സൂറത്തുൽ ബഖറയിൽ കാണാം, അള്ളാഹു ആകാശഭൂമികളെ പടച്ചു, ഭൂമിയിലുള്ളതൊക്കെ അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു. സുമ്മസ്തവ ഇലസ്സമായി ഫസവ്വാഹുന്ന സബഅ സമാവാത്തിൻ, പിന്നീട് അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് അവിടെ. ഇപ്പൊ ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? ഖസദ, അതിനെ ലക്ഷ്യം വെച്ചു എന്നാണ് അവിടെ അർത്ഥം വരിക. ഇസ്തവ ഇല, ഇസ്തവ ഇലസ്സമായി എന്നാണ് അവിടെ പറഞ്ഞത്. ആകാശത്തിലേക്ക് അവൻ ലക്ഷ്യം വെച്ചു, അതാണ് ഖസദ ആ പ്രയോഗം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഇപ്പം എന്താ വന്നത്? ഇസ്തവ അല. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിലായി, ഉയർന്നു നിന്നു, മേലെ കയറി എന്നൊക്കെ പ്രയോഗിക്കാനാണ് ഏത് പ്രയോഗിക്കുക? ഇസ്തവ അല. ഖുർആനിൽ ഇതുമായി വന്ന അള്ളാഹുവിൻ്റെ അർശുമായിട്ട് ബന്ധമില്ലാതെ തന്നെ ഈ ഇസ്തവ അല എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഭാഷാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനിൽ കാണാം, ലിതസ്തവു അലാ ദുഹൂരിഹി സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി വതഖൂലൂ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമുക്ക് അള്ളാഹു വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നതിനെ സംബന്ധിച്ച് ആ നിഅമത്തിനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലെ വാഹനം കാലികളാണ്. കൊട്ടകം, കുതിര പോലെ, കഴുത പോലെയുള്ള വസ്തുക്കളാണ്. അവയൊക്കെ സൃഷ്ടിച്ച് നൽകിയതിനെപ്പറ്റി അള്ള പറയുന്നത് എന്താണ്? ലി തസ്തവു അലാ ളുഹൂരിഹി. കണ്ടോ? ലി തസ്തവു അലാ ളുഹൂരിഹി, അതിൻ്റെ പുറത്ത് നിങ്ങൾ കയറിയിരിക്കാൻ. കണ്ടോ? തസ്തവു അല, ഇസ്തവ യസ്തവി, തസ്തവു, നിങ്ങൾ കയറിയിരിക്കാൻ, അലാ ലഹരിഹി, അതിൻ്റെ പുറത്ത്. സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കാനും. ഇപ്പൊ ബിസ്മില്ല എല്ലിയിട്ടാ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, എപ്പോൾ? ഇദസ്തവൈതും അലൈഹി, ആ മൃഗത്തിന്റെ പുറത്ത് നിങ്ങൾ കയറിയിരുന്നാൽ. കണ്ടോ? ഇസ്തവൈത്തും, ഇസ്തവ അല എന്നുള്ള പ്രയോഗം പറയാനാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്തവൈത്തും അലൈഹി, നിങ്ങൾ ആ മൃഗത്തിന്റെ പുറത്ത് കയറിയിരുന്നാൽ വതഖൂലു, നിങ്ങൾ എന്ത് പറയണം? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഖുർആൻ പറഞ്ഞതാണത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നു. നമ്മൾ ഇന്നും നമ്മുടെ വാഹനങ്ങളിൽ കയറുമ്പോൾ നമ്മളത് പറയുന്നു. അപ്പം അവിടെ പ്രയോഗം മനസ്സിലാക്കാനാണ് അവിടെ ഇസ്തവ അല തസ്തവു അല ഇദസ്തവൈത്തും അലൈഹി. അപ്പം അല ഇസ്തവ അല എന്ന ഭാഷാ പ്രയോഗം അവിടെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നാണ് ഇസ്തവ അല എന്നുള്ളതിൻ്റെ ഉദ്ദേശം. ഇനി പിന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, ആ കപ്പൽ കുറെ ഇങ്ങനെ സഞ്ചരിച്ചു, അവസാനം അത് വസ്തവത്ത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിന്മേൽ അത് നങ്കൂരമിട്ടു. ജൂദി പർവ്വതത്തിന്മേൽ അതങ്ങനെ കയറി നിലയുറപ്പിച്ചു. ജൂദി പർവ്വതം നല്ല ഉയരമുള്ള പർവ്വതം, അതിൻ്റെ മുകളിലായിട്ട് അതങ്ങനെ നിന്നു. അപ്പം അവിടെ എന്താ പറഞ്ഞത്? വസ്തവത്ത് കണ്ടോ, ഇസ്തവത്ത് ആ കപ്പൽ, അലൽ കണ്ടോ, ഇസ്തവ അലൽ ജൂദി, ജൂദി പർവ്വതത്തിന്മേൽ അത് കയറി അത് നിലയുറപ്പിച്ചു, അവിടെ നിന്നു എന്ന്. അപ്പം ഇങ്ങനെ ഖുർആനിൽ ഇസ്തവ എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അർശുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ തന്നെ നമുക്കിതിൻ്റെ ഭാഷാ പ്രയോഗങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ആയത്തുകളാണ് ഇപ്പം നമ്മൾ കേട്ടത്. പിന്നെ ഇസ്തവ ഇല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. വെറും ഒന്നിനോടും ചേരാതെ ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയിൽ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഇസ്തവ വ എന്നുള്ളത് ചേർന്ന് വന്നാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇതിലൊക്കെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണുള്ളത്. അപ്പം ഇവിടെ അള്ളാഹുവിൻ്റെ അർശിനെ സംബന്ധിച്ചിടത്തോളം സുമ്മ പിന്നീട് അള്ളാഹു ഇസ്തവ അവൻ ഉപവിഷ്ടനായി, ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ കയറി, അലൽ അർശി അർശിന്മേൽ, അർശിന്മേൽ അവൻ ആരോഹണം ചെയ്തു. അതിന് സിംഹാസനസ്ഥനായി എന്നൊക്കെ ഭാഷയിൽ നമ്മൾ പറയും. സിംഹാസനസ്ഥനായി, സിംഹാസനത്തിലേറി എന്നൊക്കെ അതിൻ്റെ അർത്ഥങ്ങളായിട്ട് സാധാരണ പരിഭാഷയിൽ പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ അർശിനെ സംബന്ധിച്ച് അഹ്ലുസുന്ന വിശ്വസിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്നതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ അർശ്. അതുപോലെ തന്നെ നമ്മൾ ദിനേന 6 തവണ നമ്മൾ പറയുന്നുണ്ട് വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്. അപ്പം അർശിനോടൊപ്പം തന്നെ പറയുന്നൊരു വേർഡാണെന്ത്? കുർസി. അപ്പോൾ അർശ്, കുർസി ഇതൊക്കെ എന്താന്ന് നമ്മളിങ്ങനെ പറയും. പക്ഷേ ഇതിൻ്റെയൊക്കെ മഹത്വവും ഇതിൻ്റെയൊക്കെ പ്രാധാന്യവും എത്രത്തോളം നമ്മൾ അഹ്ലുസുന്ന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അർശിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ചുരുങ്ങിയ വിവരണങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, അർശിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളതിൻ്റെ ഒരുപാട് അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ മുഫസ്സിരീങ്ങളെല്ലാം രേഖപ്പെടുത്തിയൊരു കാര്യമുണ്ട്. വഹുവ അഅ്ളമുൽ മഖ്ലൂഖാതി വ ഔസഉഹാ. സൃഷ്ടിലോകത്ത് സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ്, ഏറ്റവും വലിയതും വിശാലമായതുമായ ഒരു സൃഷ്ടിയാണ്, ഒരു വസ്തു തന്നെയാണെന്ത്? അർശ്. ഒരു അലങ്കാര പ്രയോഗമൊന്നുമല്ല അത്, അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. അതൊക്കെ ഒരു അലങ്കാര പ്രയോഗമാണ് എന്ന് ചില ആൾക്കാർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറയുന്നത്. എന്ത് തരം അലങ്കാര പ്രയോഗമൊന്നുമല്ല. അർശ് എന്ന് പറഞ്ഞിട്ടൊരു വസ്തു, ഒരു സാധനം ഉണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതും വിശാലമായതും ഏതാണ്? അർശാണ്. അത് കഴിഞ്ഞാൽ ഏതാണ്? കുർസിയാണ്. അത് കഴിഞ്ഞാൽ കുർസിയാണ്. അർശിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവനെ തെറ്റ് പരിചയപ്പെടുത്തുന്നിടത്ത് പറഞ്ഞു ദുൽ അർശിൽ മജീദ്. അവൻ അർശുടയവനാണ്. അൽ മജീദു എന്ന് വായനയുണ്ട്, അതാണ് ശരിയായ വായന. ദുൽ അർശിൽ മജീദ്, അത് അവൻ മഹാനുമാണ്, മജീദുമായവനാണ് അവൻ. അൽ മജീദീന്നും ഖിറാഅത്തുണ്ട്, ദുൽ അർശിൽ മജീദ്. അപ്പം അത് ഏതിൻ്റെ വിശേഷണമാകും? അർശിൻ്റെ വിശേഷണമാകും. മഹത്തായ മജീദായ സിംഹാസനം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, 2 നിലക്കും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുമുണ്ട്. 2 ഖിറാഅത്തും അവിടെ ഉണ്ട് താനും. പിന്നെ ഈ ഖുർആനിൽ കാണാം വഹുവ റബ്ബുൽ അർശിൽ അലീം. മഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബാണവൻ. അള്ളാഹുവിലേക്കൊക്കെ ചേർത്ത് പറയാ ഏറ്റവും വലുതിനെ സംബന്ധിച്ച വലിയ മഹത്വമുള്ളതിനെ സംബന്ധിച്ച ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ കരീം. അവിടെ അൽ കരീം, അൽ അർശിൽ കരീം. പിന്നെ കരീമായ റബ്ബിൻ്റെ മഹത്വമേറിയ അർശ്. ഇങ്ങനെ റബ്ബിൻ്റെ അർശിനെ ഇങ്ങനെ
പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർശിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം അതൊരു രാജപീഠമോ ഒരു കസേരയോ ഒരു ഇരിപ്പിടമോ ഒരു രാജാവിൻ്റെ സിംഹാസനമോ എന്നൊന്നുമല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ അർശിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ലോകത്തുള്ള ഒരു അർശും വരാനും പാടില്ല. കാരണം റബ്ബ് അങ്ങനെയല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ ലൈസക മിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല. പിന്നെ അവൻ്റെ അർശ് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? എന്നാൽ ആ അർശിനെ പറ്റി അള്ളാഹു എന്തൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ വിശ്വസിക്കും വേണം. ആ അർശിനെ കുറിച്ച് എന്തൊക്കെ ഖുർആൻ പറഞ്ഞോ ഹദീസ് പറഞ്ഞോ അതൊക്കെ നമ്മൾ വിശ്വസിക്കും. ഒന്നിനെയും നമ്മൾ തള്ളാൻ പോകുന്നില്ല. നമുക്ക് മനസ്സിലായതേ അംഗീകരിക്കുള്ളൂ, അല്ലാത്തതൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കും എന്ന് പറയാനും പറ്റില്ല. നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കൊക്കെ അപ്പുറത്താണ് വഹയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങളൊക്കെ. അവിടെ ഒന്നും നമ്മുടെ വ്യാഖ്യാനങ്ങളുടെ വ്യാഖ്യാന ലോകത്തൊന്നും അതൊന്നും ഒതുങ്ങൂല. അപ്പം അതുകൊണ്ട് അർശ് എന്ന് പറയുമ്പോൾ തന്നെ, അള്ളാഹിൻ്റെ അർശ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വലിയ മഹത്വമുണ്ട്. അവൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ വലിയ സൃഷ്ടിയും ഏറ്റവും വിശാലമായതുമാണ് അവൻ്റെ അർശും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കുർസിയും അത്രത്തോളം വിശാലമാണ്. കുർസിയിനെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും അള്ളാഹ് പറഞ്ഞാൽ എന്താ? വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് എന്നാ പറഞ്ഞത്. അപ്പോൾ നോക്കി നിങ്ങൾ, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അവൻ്റെ കുർസി അർശല്ല, അവൻ്റെ കുർസി ആകാശഭൂമികളോളം വിശാലമായി ചൂഴ്ന്നു നിൽക്കുന്നു. കുർസി എന്ന് പറഞ്ഞാൽ തന്നെ ഹദീസിൽ പറഞ്ഞത് എന്താണ്? മൗളിഉ ഖദമൈ റഹ്മാൻ എന്നാണ്. റഹ്മാനായ റബ്ബിന്റെ പാദപീഠമാണ് കാലുവെക്കുന്ന സ്ഥലം. പാദപീഠം എന്നാണ് അവിടെ പറഞ്ഞത്. കാലുവെക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ദുന്യാവിലുള്ള ഒന്നുമായിട്ടും സാദൃശ്യപ്പെടുത്തരുത്. അള്ളാഹുവിൻ്റെ പാദപീഠം എന്നേ അവിടെ പറയാൻ പറ്റുള്ളൂ. അതപ്പൊ കുർസി. അപ്പൊ അർശത്ര. അപ്പൊ അർശിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ഒരു ഭാവനയിലും ഒതുങ്ങൂല. അത്രത്തോളം വിശാലമാണ് അർശ്. കുർസി തന്നെയും ആകാശഭൂമികളോളം വിശാലം. ചില ആൾക്കാർ മനസ്സിലാക്കി അർശും കുർസിയും ഒക്കെ ഒന്ന് തന്നെയാണ്. അല്ല, രണ്ടും രണ്ടാണ്. അർശ് വേറെ, അർശ് എന്ന മഖ്ലൂഖ് വേറെ, കുർസി എന്ന മഖ്ലൂഖ് വേറെ. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ പറയണത് എന്താ വെച്ചാൽ എപ്പോഴും കേൾക്കൂല. അർശ് കുർസി എന്നൊക്കെ പറയുന്നല്ലോ, നമുക്കതിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഇനി ആദ്യ സൃഷ്ടി ഏതാണ് എന്നുള്ളത് പണ്ഡിത ലോകത്തൊരു ചർച്ച ഉണ്ട്. ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടത് അള്ളാഹുവിൻ്റെ ആദ്യ സൃഷ്ടി അർശാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ ആദ്യ സൃഷ്ടി അർശാണ്. പരിശുദ്ധ ഖുർആനിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 6 നാൾ കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു. എന്നിട്ട് പറയുന്ന വാചകം നോക്കൂ, വകാന അർശുഹു അലൽ മാഇ, അവൻ്റെ അർശ് വെള്ളത്തിന് മീതെയായിരുന്നു. അപ്പം അർശ് ആദ്യമുണ്ട്, അത് വെള്ളത്തിന് മീതെ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള വെള്ളമായിക്കൊള്ളണമെന്നില്ല. അതെന്താന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ, നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. മാ എന്ന് പറയുന്നൊരു മഖ്ലൂഖ് ഉണ്ട്, അന്നുണ്ട്. പക്ഷെ അതെന്താണ് ശാസ്ത്രം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു താല പറഞ്ഞു തന്നു, നമുക്കത് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും അവൻ്റെ ഒരു അർശ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില പണ്ഡിതന്മാർ പേനയാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. അതല്ല, വെള്ളമാണ് ആദ്യ സൃഷ്ടി എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഹ്ലുസുന്ന അഭിപ്രായപ്പെടുന്നത് എന്താണ്? ആദ്യ സൃഷ്ടി ഏതാണ്? അർശാണ്. ഇനി അഹ്ലുസുന്ന അല്ലാത്ത പഴച്ച പുത്തംവാദികൾ അഭിപ്രായപ്പെടുന്നത് ആദ്യ സൃഷ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറാണ് എന്നാണ്. അതിനതിൽക്കൊന്നും കൂട്ടണ്ട. ഇതൊക്കെ അഹ്ലുസുന്നയുടെ പക്ഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് അഹ്ലുൽ ബിദ്അ വൽ ഖുറാഫാത്ത് വൽ ദലാലാത്ത് എന്നൊക്കെ പറയാം. ബിദ്അത്തിന്റെയും ദലാലത്തിന്റെ ഒക്കെ ആൾക്കാർ പറയുന്നത് ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത് മുത്തുനബിയുടെ ഒളിയാണ്, നബിന്റെ നൂറാണ്. എന്നിട്ട് ആ നൂറിങ്ങനെ കുറേ ഓടി ഓടി അതിന്ന് വിയർപ്പ് വെസർത്ത് അങ്ങനെ പറയാം, വെസർത്ത് തുള്ളി, ഒരു തുള്ളി ഉണ്ടായി. ആ തുള്ളിന്ന് പിന്നെ അള്ളാഹു തആല ആകാശഭൂമികളെ പടച്ചു, മലക്കുകളെ പടച്ചു, നബിമാരെ പടച്ചു എന്നൊക്കെയാണ് പിന്നെ പറയാല്. അതിനൊന്നും ഒരു അസുരമില്ല. തല വല വാല അങ്ങനെയൊക്കെ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മളിപ്പോൾ അതിന് തലയും വാലും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭൂരിപക്ഷ ജനങ്ങൾ അതാണ് എന്ത് ചെയ്യണത്?
വിശ്വസിക്കണത്. ഇവിടെ ആദ്യം സൃഷ്ടിച്ചത് മുത്തുനബിയുടെ നൂറാണ് എന്നാണ്. ഇതന്നെ കള്ള ഹദീസ് ഉണ്ട്. അവ്വലു മാ ഖലഖല്ലാഹു നൂരി, അവ്വലു മാ ഖലഖല്ലാഹു നൂരി നബി തങ്ങൾ പറഞ്ഞു എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, ജാബിറേ, അള്ളാഹു ആദ്യമായി പടച്ചത് എൻ്റെ പ്രകാശത്തെയാകുന്നു. തെളിവില്ല ഞങ്ങൾ വിചാരിച്ച്. തെളിവുണ്ട്, പക്ഷെ വെളിവുള്ള തെളിവില്ല. അതാണ് സംഭവം. തെളിവിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, ആർക്കാ തെളിവില്ലാത്ത? പക്ഷെ വെളിവ് വേണം, അതില്ല. അതാണ് വ്യത്യാസം. അതിപ്പോൾ നിങ്ങൾ ഏതിനു നോക്കിയേ, നമുക്ക് പറയാൻ പോകേണ്ട അർശിനെ കുറിച്ചൊക്കെ പറയണ സൂഫിയാളെ വിശ്വാസം, അവർക്ക് എല്ലാത്തിനും ഒക്കെ എന്തും പറയാലോ. ഇത്ര മഹത്വമുള്ള അർശൊക്കെ അവർക്കൊന്നൊരു വിഷയമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് എന്ന് പറയുമ്പോൾ ആ അർശിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നമുക്ക് വളരെ ഗൗരവത്തോടു കൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ അതിനെ പിൽക്കാലക്കാരായ ആളുകൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അർശുമ്മ കയറി ഇരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കപ്പം ഒരു സ്ഥലം ആവശ്യമുണ്ട് എന്ന് വരൂലേ? അപ്പം അർശ് എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ ആശ്രയിക്കൽ വരൂലേ? ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് അതൊന്നും ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചപ്പോൾ എന്ത് പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ കാഴ്ചയെ പറ്റി പറഞ്ഞപ്പോൾ എന്തോ കണ്ണില്ലാതെ കാണുന്നവൻ. നിങ്ങൾ പഠിച്ചവർ എത്ര ഉണ്ട് കൈബന്ധിക്ക്? ചെറുപ്പത്തിലെ മദർസെന്ന് സമസ്തന്റെ മദർസ് പഠിച്ചോലൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് കൈബന്ധിച്ചാൽ. കണ്ണില്ലാതെ കാണുന്നവൻ, കാതില്ലാതെ കേൾക്കുന്നവൻ. ശരിയാക്കിയത് അങ്ങനെയാണ്. കാരണം അവർ പറയും കണ്ണുണ്ടായാൽ പിന്നെ അള്ളാഹുവിനെ കാണണമെങ്കിൽ കണ്ണിന്റെ സഹായം വേണമെന്നായില്ലേ? അപ്പൊ ശിർക്കായില്ലേ? അതാണ് പറയണത്. അപ്പൊ ന്യായാണ്, കേൾക്കുമ്പോ ന്യായാണ്. കാതില്ലാതെ കേൾക്കുന്നവൻ, അപ്പൊ കാതുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ കാതിന്റെ സഹായം. അള്ളാഹു താലാക്ക് കണ്ണുണ്ട് എന്ന് ഖുർആനിലുണ്ട്, പിന്നെ ഹദീസുകളിലുണ്ട്. അവൻ കാണുന്നു. അതേപോലെ തന്നെ അവൻ്റെ കൈ, അവനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അവൻ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട്. ഖുർആനിലെ ഹദീസിലും പറഞ്ഞതൊക്കെ ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. ഇല്ലാത്തൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. അവൻ്റെ കണ്ണുകൾ എന്ന് പിന്നെ ഐനയ്യ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. യദയ്യ, എൻ്റെ ഇരു കൈകൾ. പക്ഷെ അതൊക്കെ നമ്മൾ പറയുമ്പോഴും പിന്നെ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? ഇപ്പൊ ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കുന്നാ വത്താബിഊന മുതവാഫിറൂന, ഞങ്ങൾ താബിഈങ്ങൾ മുഴുവനും ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു അല്ലാഹു തആല അർശിന്മേൽ ഉപവിഷ്ടനായിട്ടുണ്ട്. വനുഅ്മിനു ബിമാ വറദ ഫിസ് സുന്നത്തി മിനസ് സിഫാത്തി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ ഹദീസുകളിൽ ഖുർആനിൽ വന്നിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ റബീഅത്ത് ബിൻ അബ്ദുറഹ്മാൻ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് അർശിന്മേൽ ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതിൻ്റെ രൂപം എന്ന്. ശിഷ്യനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതേ ചോദ്യം വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ടു. ചോദ്യം കേൾക്കേണ്ടി വന്നു. രണ്ടു കൂട്ടരും പറഞ്ഞ മറുപടി എന്തെന്നെയാണ്? അവർ പറഞ്ഞ മറുപടി അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഷയിൽ അറിയാം, പിന്നെ ആരോഹണം ചെയ്യലാണ്, കയറിയിരിക്കലാണ്. അതിപ്പോൾ നമുക്കറിയാം. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഭാഷയിൽ അറിഞ്ഞല്ലോ എന്താ അതിൻ്റെ അർത്ഥം. പക്ഷേ വൽ കൈഫു മജ്ഹൂലുൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് അതിൻ്റെ രൂപം നമുക്ക് അറിയൂല. എത്ര ക്ലിയറാ! ലോകത്ത് ഏതെങ്കിലും ഒരാൾ കയറിയിരിക്കും പോലെ, രാജാവിരിക്കും പോലെ, ഏതെങ്കിലും ഒരു വസ്തു ഇരിക്കും പോലെ ഒന്നും പറയാൻ പറ്റൂല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്തവ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയൂല. വൽ ഈമാനു ബിഹി വാജിബുൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മുസ്താദൊക്കെ പറയുന്നതിന് വൽ ഈമാനു ബിഹി വാജിബുൻ, എന്നാൽ അത് വിശ്വസിക്കൽ നമുക്കെന്താണ്? നിർബന്ധമാണ്. അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നമുക്കെന്താണ്? നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെപ്പറ്റിയുള്ള എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിക്കൽ അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ സഹാബത്തൊന്നും ചോദിച്ചിട്ടില്ല നബിനോട്, നബിയെ എങ്ങനെയാണ് അള്ളാഹ് അർശിന്മേൽ ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ കൈഫൽ ഇസ്തിവാഉ അലൽ അർശി എന്ന് ഒരു സഹാബിയും എന്തിയിട്ടില്ല,
ചോദിച്ചിട്ടില്ല. കാരണം അവർക്ക് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ തന്നെ അത് എപ്രകാരമാണോ അപ്രകാരം അവരാണ് വിശ്വസിച്ചു. പിന്നെ അത് എങ്ങനെയെന്ന് അവർ ചോദിച്ച് അതിൻ്റെ യുക്തിയും അതിൻ്റെ എങ്ങനെയായിരിക്കും ഇപ്പോൾ കയറിയിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, അള്ളാഹുവിൻ്റെ ഓരോന്നും അങ്ങനെയുള്ള. ഇന്നും പലരും കളിയാക്കണത് അള്ളാഹു തആല നമ്മോടടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രികളിലും ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കണ്ടോ, അപ്പോൾ എപ്പോഴാണ് അള്ള കയറുക, ഏത് നാട്ടിലെ രാത്രിയിലാണ് ഇറങ്ങുക എന്നൊക്കെ അതിനെപ്പറ്റി തലപുകഞ്ഞാലോചിച്ച് അമേരിക്കൻ രാത്രിയിലാണോ ഇന്ത്യൻ രാത്രിയിലാണോ എന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കി അങ്ങോട്ട് കയറുക. അപ്പോൾ പിന്നെ അള്ളാഹ്ക്ക് ഇങ്ങനെ ഇറങ്ങാനല്ല കറങ്ങാനല്ലേ നേരണ്ടാവുള്ളൂ. കാരണം ലോകത്ത് 24 മണിക്കൂറും ഇങ്ങനെ രാവും പകലും മാറി മാറി വരുന്ന സ്ഥലങ്ങളുണ്ടാവൂലേ. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ ഇവരുടെ അള്ളാഹ്ക്ക് ഇറങ്ങാനല്ല കറങ്ങാനല്ലേ സമയം ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് കയറുക അങ്ങോട്ട് കയറുക അങ്ങോട്ട് കയറുക. ഇതൊക്കെ ചോദ്യം മനുഷ്യ മനസ്സുകളിൽ വരുന്നത് എന്തുകൊണ്ടാ? അള്ളാഹിനെ എന്തിനോട് സാദൃശ്യപ്പെടുത്തുമ്പോഴാണ്? സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുമ്പോഴാണ്. പക്ഷെ അള്ളാഹിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പറ്റൂലല്ലോ. അള്ളാഹുവിനെ പോലെ എന്ന് പറയാൻ ആരേ ഉള്ളൂ? അവനേ ഉള്ളൂ. ലൈസ കമിസ്ലിഹി ഷൈഉൻ. ഇതൊക്കെ നമ്മളെ അടിസ്ഥാന വിശ്വാസങ്ങളാട്ടോ, അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസമാണ്. നമ്മൾ ഖുർആൻ മനപ്പാഠമാക്കുന്ന കാലം തൊട്ട് നമ്മൾ പഠിച്ചതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. എന്താ അവസാനം? വലം യകുല്ലഹു കുഫുവൻ അഹദ്. എന്താ ഇതിന്റെ അർത്ഥം? അവന് തുല്യനായി യാതൊന്നും തന്നെ ഒരാളും തന്നെ ഇല്ല. അപ്പൊ അതാണ് അത് സംബന്ധമായിട്ട് നമ്മുടെ അടിയുറച്ച വിശ്വാസം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായിട്ട് സൂറത്തുൽ അറാഫിൽ സുമ്മസ്തവാ അലൽ അർശി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 7 സ്ഥലത്ത് ഇതുണ്ട്. ഒന്ന് സൂറത്തുൽ അറാഫിലാണ്. അറാഫിലെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനവറുകൾ പറയുന്നുണ്ട് സുമ്മസ്തവാ അലൽ അർശി എന്നുള്ളത് മൂപ്പര് വിശദീകരിക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പഠിച്ചു വെക്കണം. അർശിന്മേൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഫലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദൻ. എന്താ പറയുന്നത്? ജനങ്ങൾക്ക് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരും പല അഭിപ്രായം ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനെക്കുറിച്ച്? അർശിന്മേൽ അവൻ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പലരും പല വർത്താനം ജനങ്ങളിൽ മുൻകാലത്ത് എന്തിയിട്ടുണ്ട്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അന്നും പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണേ ലൈസ ഹാദാ മൗദിഉ ബസ്തിഹ. ഞാൻ അതൊന്നും ഇപ്പം ഇവിടെ വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും ഇപ്പം ഞാൻ എൻ്റെ തഫ്സീറിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇനി അദ്ദേഹം പറയുന്ന വാചകം നോക്കൂ. എന്നാൽ വ ഇന്നമാ യുസ്ലഖു ഫീ ഹാദൽ മഖാമി മദ്ഹബ് സലഫ് സാലിഹ്. ഇതിൽ നമുക്ക് ചേരേണ്ട ഒരു മാർഗമുണ്ട്. അത് സലഫ് സാലിഹീങ്ങളുടെ മാർഗമാണ്. സലഫ് സാലിഹി എന്ന് പറഞ്ഞാൽ ആരാ? സഹാബത്തിനെ കണ്ട താബിഈങ്ങൾ, അവരുടെ കാലശേഷമുള്ള താബിഈങ്ങൾ. അതാ സലഫ് സാലിഹ് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടവർ സഹാബത്ത്, സഹാബത്തിനെ കണ്ടവർ താബിഈങ്ങൾ, താബിഈങ്ങളെ കണ്ട തബഉ താബിഈങ്ങൾ. 3 നൂറ്റാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ഖൈറുൽ ഖർനി ഖർനി, ഏറ്റവും ഉത്തമ തലമുറ എൻ്റെ തലമുറയാണ്. മുസ്തഫ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ട്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരോടടുത്ത നൂറ്റാണ്ട്, പിന്നീട് അവരോടടുത്ത നൂറ്റാണ്ട്. അപ്പോൾ ഒരു 3 നൂറ്റാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അതിൻ്റെ ഇടയിൽ വന്നതാ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ. അവരാണ് സലഫുസ് സാലിഹ് എന്നറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചു നോക്കണം. അതാണ് സലഫുസ് സാലിഹ്. അവരാണ് സലഫുസ് സാലിഹ്. നമ്മൾ മുൻഗാമികൾ വിശ്വസിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ വേഗം നമ്മളെ 10 കൊല്ലം മുമ്പത്തെ 100 കൊല്ലം മുമ്പത്തെ കേരളത്തിലെ വിശ്വാസം അല്ലെങ്കിൽ 200 കൊല്ലം മുമ്പത്തെ അതിൽക്കല്ല മടക്കേണ്ടത്. സലഫുസ് സാലിഹ് എന്ന് പറയുമ്പോൾ ഉത്തമ തലമുറ എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സഹാബാക്കളുടെ താബിഈങ്ങളുടെ അവരുടെ അവരെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അവരാരൊക്കെയാണ്? ഇമാം മാലിക്, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരുണ്ട് സഹാബാക്കൾ. അവർക്ക് ശേഷം പിന്നെ ഇമാം മാലിക്, ഔസാഇ, ഇമാം സൗരി, ഇമാം ലൈസ്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈഹി തുടങ്ങി വഗൈരിഹിം, അവരല്ലാത്ത മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസൻ, പൂർവീകരും ആധുനികരുമായ. ഇബ്നു കസീർ റഹിമഹുല്ലാ 8-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് ആര്? ഇബ്നു കസീർ റഹിമഹുല്ലാ.
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വഫാത്താകുന്നത് ഹിജ്റ 728-ലാണ്. ഹിജ്റ 728-ലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വഫാത്താവുന്നത്. ജയിലിൽ നിന്നാട്ടോ, ജയിലിൽ നിന്നാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. അദ്ദേഹത്തെ പറ്റി ഇല്ലാ കഥകളും നുണക്കഥകളും ഒരുപാട് പ്രചരിപ്പിച്ച് അന്നുണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെ മുമ്പിൽ കേസുകൾ പലതവണ കൊടുത്തിട്ട് ഒക്കെ എന്തായിരുന്നു ഈ വിഷയങ്ങളാട്ടോ, ഈ തർക്കമുള്ള വിഷയങ്ങൾ. ഇങ്ങനെ ഖബർ കെട്ടിപ്പടുക്കലും പിന്നെ അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പിന്നെ സിയാറത്തിൻ്റെ പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണ വിഷയവും അതടക്കമുള്ള കുറേ കാര്യങ്ങൾ വരുന്ന ഇതിനെപ്പറ്റിയൊക്കെ അന്ന് ഇതൊക്കെ അനുകൂലിക്കുന്ന ഭരണകൂടങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരുടെ മുമ്പിൽ പോയിട്ട് ഫിത്തനയും ഫസാദും പറഞ്ഞ് പല തവണ ആരെ ജയിലിലടച്ചിട്ടുണ്ട്? ഷെയ്ഖുൽ ഇസ്ലാമിനെ ജയിലിലടച്ചിട്ടുണ്ട്. ആ ജയിലിൽ കിടക്കുന്ന നേരത്ത് പോലും മഹാനവറുകൾ എഴുതിയിട്ടുള്ള കിതാബുകളുണ്ട്, ജയിലിൽ നിന്ന് എഴുതിയ കിതാബുകളുണ്ട് വാള്യങ്ങളോളം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മജ്മൂ' ഫതാവ തന്നെ വാള്യങ്ങളോളമാണ്, ധാരാളം വാള്യങ്ങൾ. തഫ്സീറുണ്ട്, ഹദീസിൻ്റെ ശർഹുകളുണ്ട്, ധാരാളമുണ്ട്. മഹാപണ്ഡിതനാണ്, അബദ്ധങ്ങൾ വരൂലാന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ മഹാപാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു ആര്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് തഫ്സീർ എഴുതിയിട്ടുള്ള ഇമാം ഇബ്നു കസീർ. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ, ഇബ്നുൽ ഖയ്യിം സാദുൽ മആദ് എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഇബ്നുൽ ഖയ്യിം, അവരൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരാണ്. അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് അവസാനം ജയിലിൽ വെച്ച് മരിച്ചു. ജയിലിൽ നിന്ന് പിന്നെയും പുറത്തേക്കാക്കും, പിന്നെയും വരി ഇതേ നുണ പിന്നെയും പറയും. പലവട്ടം ജയിലിൽ അടച്ചു, ഇസ്ലാമിന് വേണ്ടി, വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതേപോലെയുള്ള പുത്തൻവാദിയാണെന്ന് പറഞ്ഞാൽ ജയിലിലടച്ചത്. അവസാനം ജയിലിൽ നിന്ന് മരിച്ചു. ജയിലിൽ നിന്ന് മരിച്ചു. പിന്നെ ആ ജനാസയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന മയ്യത്ത് മറമാടാനും മയ്യത്ത് നിസ്കരിക്കാനും ഒക്കെ കൂടിയ ജനങ്ങളുടെ എണ്ണവും ആധിക്യമൊക്കെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ ദുററുൽ കാമിന എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. അത്രക്കും തുല്യതയില്ലാത്ത ലക്ഷങ്ങളാണ് ഒരുമിച്ച് കൂടിയത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ജനാസക്ക്. അപ്പം അത്രയും പേര് കേട്ട വ്യക്തിത്വമായിരുന്നു എന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ശേഷവും പിൽക്കാലത്തുമുള്ള ആധുനികരും മുൻഗാമികളുമായ പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞ ആ മസ്ലക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഒരുപാട് അഭിപ്രായം ഉണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞു വെച്ചു. എല്ലാം കൂടി ഞാൻ ഇവിടെ എഴുതുന്നില്ല എന്നും പറഞ്ഞു. എന്നാൽ എല്ലാം പറയാതെ പോകാൻ പറ്റൂ, ഏതെങ്കിലും ഒന്നും പറയാതെ പോകാൻ പറ്റൂല എന്നൊരു പറഞ്ഞതേതാണ്? നമുക്ക് മുൻഗാമികൾ സ്വീകരിച്ച മാർഗത്തിൽ നിൽക്കലാണ് സുരക്ഷ. അതെന്താന്നാ ഞാൻ പറയാൻ പോകുന്നത്. വഹുവ ഇമ്രാറുഹ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ, ഗുണങ്ങളെ സംബന്ധിച്ച് അതിനെ നമ്മൾ നടത്തലാണ്. എപ്രകാരം മനസ്സിലാക്കലാണ്? കമാ ജാഅത്ത്, വന്നതുപോലെ. എന്താണോ ഖുർആനിൽ വന്നത്, എന്താണോ ഹദീസുകളിൽ അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളത്, അതുപോലെ നമ്മളാണ് വിശ്വസിക്കുക. അതുപോലെ എന്ന് പറയുമ്പോൾ ഇനി ശ്രദ്ധിക്കുക, മിൻ ഗൈരി തക്യീഫിൻ, ഒരു രൂപവും കൊടുക്കരുത്. നമ്മളൊരു കൈഫിയത്ത് പറയരുത്. കൈഫ ചോദിക്കാനോ പറയാനോ വിശദീകരിക്കാനോ ഒന്നും പാടില്ല. അല്ലാഹു തആലാന്റെ എന്ത് പറയുമ്പോഴും അത് ഏതെങ്കിലും ഒരു സൃഷ്ടിയുടേതുപോലെ ഒരിക്കലും ആവില്ല. അതുകൊണ്ട് മിൻ ഗൈരി തക്യീഫിൻ, കൈഫിയത്ത് പറയരുത്, രൂപം പറയരുത്. വലാ തശ്ബീഹിൻ, സാദൃശ്യവും പറയരുത്. ഇന്നൊന്നിനെ പോലെ എന്നും പറയാൻ പാടില്ല, കോലവും പറയാൻ പാടില്ല, പോലെയെന്നും പറയാൻ പാടില്ല. പിന്നെ വലാ തഅ്തീലിൻ, തഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്, അങ്ങനെ ഇല്ല എന്ന് പറയാം. അതൊന്നും അള്ളാഹിനെ പറ്റി പറയാൻ പറ്റൂല. അങ്ങനെ അർശുണ്ടെന്നും അർശുമ്മ കയറി അവൻ അർശിന്മേൽ ആരോഹണം ചെയ്തെന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ സൃഷ്ടികളുടെ പരിപാടിയല്ലേ. ഇറങ്ങുക, കയറുക, കയ്യ്, അതൊക്കെ അപ്പം വരിക, പിന്നെ ചിരിക്കുക, അതൊക്കെ സൃഷ്ടികളല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അതാണ് ഇവിടെ അശ്ശരികളും നമ്മളെ നാട്ടിലുള്ള സമസ്തക്കാരൊക്കെ അശ്ശരികളാണ്. അശ്ശരികൾ, മാത്തുരീദികൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സാവകാശം പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മഹല്ലിൽ മെമ്പർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ പള്ളി മഹല്ല് കമ്മിറ്റി ഒരു മെമ്മോറാണ്ടം, ഒരു ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫോമിൽ ഒപ്പിട്ട് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ആ മഹല്ലിലെ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. നമ്മളെ കേരളത്തിലെ എല്ലാ സമസ്ത മഹല്ലുകളിലും ഉണ്ട്. അതിലവർ പറയുന്ന ഒന്നാമത്തെ ചട്ടം എന്താണ്? വിശ്വാസപരമായി രണ്ടാലൊരു മദ്ഹബും. അതേ രണ്ടാലൊരു മദ്ഹബ്, അശ്ശരി മദ്ഹബ്, മാതുരീദികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. ഒന്ന് അശ്ശരികൾ, ഒന്ന് മാതുരീദികൾ. മാതുരീദി മദ്ഹബോ അശ്ശരി മദ്ഹബോ രണ്ടിലേതെങ്കിലും ഒരു മദ്ഹബ് ഏതിൽ സ്വീകരിക്കണം? വിശ്വാസത്തിൽ. വേറുള്ള ഒന്നും സ്വീകരിക്കൂല. അവർക്ക് ഇവിടെ മഹല്ലിൽ മെമ്പർഷിപ്പ് കൊടുക്കൂല. നമ്മളത് രണ്ടിലും പെടൂല.
നമ്മളെ അശ്ശരികളും അല്ല, മാതുരീദുകളും അല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഈ സലഫുകൾ പഠിപ്പിച്ച അഖീദയിലുള്ള ആൾക്കാരാണ്. ഇനി അടുത്തതെന്താ? വിശ്വാസപരമായി രണ്ടാലൊരു മദ്ഹബും കർമ്മപരമായി നാലാലൊരു മദ്ഹബിലും. അതേതാ? ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി. അങ്ങനെ നാലിലേതെങ്കിലും ഒരു മദ്ഹബിൽ മുഖല്ലിദാവണം. അങ്ങനെയുള്ള ആളുകൾക്കുമല്ലാതെ ഈ മഹല്ലിൽ മെമ്പർഷിപ്പ് നൽകുന്നതല്ല. അപ്പൊ നമ്മളും ഏതല്ല, അവര് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ ഷാഫിഈകളല്ല. കേരളത്തിൽ ഇപ്പോൾ അധികവും ഷാഫി മദ്ഹബാണ്. പിന്നെ പാലക്കാട്, കോട്ടയം ഏരിയകളിലൊക്കെ ഉള്ളത് ഹനഫികളുമാണ്. അങ്ങനെ രണ്ട് മദ്ഹബാണ് കേരളത്തിലുള്ളത്. ന്യൂനപക്ഷമാണ് ഹനഫികൾ, ഭൂരിപക്ഷമാണ് ഷാഫികൾ. ഇതിൻ്റെയൊക്കെ ഇടയിൽ സുരക്ഷയുള്ള മാർഗം ഏതാണ്? നമ്മൾ ഈ പറയുന്ന വീക്ഷണം സ്വീകരിച്ച ആളുകൾ, മുൻഗാമികളെ സ്വീകരിച്ച ആളുകൾ വളരെ കുറവാണ്. പലരും അതിനെ, ഇപ്പം നമ്മുടെ നാട്ടിലെ അശ്ശരികളൊന്നും ഈ അർശിസ്തവ എന്ന് പറഞ്ഞാൽ അവർ അർശിന്മേൽ അല്ലാഹു തആല ആരോഹണം ചെയ്തു എന്ന് പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. പിന്നെ അവരെന്ത് ചെയ്യും? ഇസ്തവ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്തൗല, ആധിപത്യം നേടി എന്നാണ്. അള്ളാഹു ആകാശഭൂമികളൊക്കെ പടച്ചതിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്തു? അവൻ അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അധികാരസ്ഥാനം നേടി. അപ്പൊ മുമ്പ് അധികാരല്ലേ? ചിലർ പറഞ്ഞു പിന്നെ ആകാശഭൂമികളൊക്കെ പടച്ചതിൻ്റെ ശേഷം തൻ്റെ ഭരണത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായി, ഒരു തലസ്ഥാന നഗരിയായിട്ടൊരു സ്ഥലം പ്രഖ്യാപിച്ചു. അങ്ങനെ അതൊരു ഭരണത്തിൻ്റെ പ്രത്യേകമായ ഒരു കേന്ദ്രമായിട്ട്, ആ ഭരണാധിപത്യം എന്നും വേണമെങ്കിൽ നമുക്ക് ആ അർശിനെ പറയാം. ഇത് മൗദൂദി സാഹിബിൻ്റെ തഫ്ഹീമുൽ ഖുർആനിലും കാണാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന അബുൽ അല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ എന്നുള്ള പേരിലുള്ള മലയാള പരിഭാഷ ഇറക്കിയിട്ടുള്ള അതിൽ അദ്ദേഹമൊക്കെ ഈ അർശിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ അവിടെ ആധിപത്യം നേടിയെന്നാണ്. അപ്പം അതൊക്കെ അശ്ശരീയത്തിലേക്കാണ്. അതേ അവസരത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത് എന്താണ്? ആ വക വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കലാണ് സുരക്ഷ. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹ് എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ നമ്മൾ പറയുക. നമ്മളതിനെ വ്യാഖ്യാനിക്കാനും പോണ്ട, നമ്മളതിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പോണ്ട, അങ്ങനെ ഒന്നില്ല എന്ന് പറയാനും പോകരുത്. ഇനി ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. വല്ലാഹിറുൽ മുതബാദിറു ഇലാ അദ്ഹാനിൽ മുശബ്ബിഹീന മൻഫിയുൻ അനില്ലാഹ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് അള്ളാഹുവിനെ ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യം മനസ്സിൽ തോന്നുന്നതിനെ പറ്റി അള്ളാഹു അതിൽ നിന്നൊക്കെ ഒഴിവാണ്. നമ്മൾ അള്ളാഹിനെ പറ്റി അങ്ങനെ ഒന്നും വിചാരിക്കാനേ പാടില്ല. അങ്ങനെ ഉണ്ട് നമ്മളെപ്പറ്റി ആളുകൾ അങ്ങനെയാണ്. നമ്മളെ മുശബ്ബിഹത്ത് എന്നാ പറയുന്നത്. നമ്മളെക്കുറിച്ച് എതിരീഭാഗം പറയുന്നതാണ്, നമ്മൾ മുശബ്ബിഹത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറ്റുള്ളവരോട് സാദൃശ്യപ്പെടുത്തുന്നവരാണ് നമ്മൾ. മഅദല്ലാഹ്, നമ്മൾ അള്ളാഹിനെ സാദൃശ്യപ്പെടുത്തുന്നവരല്ല. ഇനി നമ്മളെ പേരിൽ വേറൊരു ആരോപണമുണ്ട്, മുജസ്സിമത്താണ്. ഖുർആനിലുണ്ടോ? ഉള്ളത് പറയും, ഇല്ലാത്തത് പറയില്ല. അതാണ് നമ്മുടെ സുരക്ഷിതമായ മാർഗം എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ലൈസ കമിസ്ലിഹി ശൈഉൻ. പിന്നെ എങ്ങനെ നമ്മൾ മുശബ്ബിഹത്താന്ന് പറയാം? അവനെപ്പോലും ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹിനെ മറ്റൊന്നിനോട് നമ്മൾ സാദൃശ്യപ്പെടുത്തി പറയൂലല്ലോ. ലൈസ കമിസ്ലിഹി ശൈഉൻ, എന്നാൽ അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. മാത്രല്ല, തുടർന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയണേ, വലൈസ ഫീമാ വസഫല്ലാഹു ബിഹി നഫ്സഹു. അല്ലാഹു തആല തന്നെ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചുവോ, വലാ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിനെ എപ്രകാരം വിശേഷിപ്പിച്ചുവോ അതിലൊന്നും ഇല്ലാ തശ്ബീഹുൻ, മറ്റൊന്നിനോടൊരു സാദൃശ്യപ്പെടുത്തുന്ന ഒരു വർത്താനവും ഇല്ല. അതുകൊണ്ട് ഫമൻ അസ്ബത ലില്ലാഹി തആല, അള്ളാഹുവിന് ആരെങ്കിലും സ്ഥിരപ്പെടുത്തിയാൽ, എന്തൊക്കെ സ്ഥിരപ്പെടുത്തണം? നമുക്ക് തോന്നിയതൊക്കെ സ്ഥിരപ്പെടുത്തല്ല. മാ വറദത് ബിഹിൽ ആയാതുസ് സരീഹതു, വ്യക്തമായി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വന്നതുപോലെ, വൽ അഖ്ബാറുസ് സഹീഹ, സഹീഹായ ഹദീസുകളിലും വന്നത്, അലൽ വജ്ഹില്ലദീ യലീഖു ബിജലാലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മഹത്വത്തോട് യോജിക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം ഇതൊക്കെ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞാൽ, വനഫഅനില്ലാഹി തആല നഖായിസ, അള്ളാഹുവിന് യാതൊരു പോരായ്മയും ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് സലക സബീലുൽ ഹുദാ, അവനാണ് നേർവഴിയിലേക്ക് പ്രവേശിച്ചവൻ.
അതുകൊണ്ട് ആ വഴി പ്രവേശിച്ചോളീൻ, അതിലാണ് സുരക്ഷ. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് നമ്മുടെ മുഹമ്മദ് അമാനി മൗലവി, നമ്മളെ ഖുർആൻ പരിഭാഷ എഴുതിയ അമാനി മൗലവി ഇബ്നു കസീറിൻ്റെ ഈ ഉദ്ധരണി പറഞ്ഞിട്ട് പറയണേ, പൂർവീകരായ പല വ്യാഖ്യാനങ്ങളും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പറയണേ, പൂർവീകരായ സലഫുകളുടെ ആ വ്യാഖ്യാനത്തെ ഒതുങ്ങി നിൽക്കലാണ് നമുക്ക് സമ്പൂർണമായതും സുരക്ഷിതത്വമുള്ളതും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വ്യാഖ്യാനം അവസാനിപ്പിച്ചു. അദ്ദേഹം വിശദമായി പറയണെന്തിനാരോ, ഇതൊക്കെ ആദ്യം കേൾക്കുന്നവരുണ്ടാവും. നമ്മളെപ്പറ്റി ഉള്ള ധാരണയാണ്, വരെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നും ഇങ്ങനെ ഇറങ്ങി വരും, എന്നിട്ട് ഫയൽ ഒപ്പിട്ടിട്ട് കേസൊക്കെ നോപ്പടിച്ചിട്ട് പിന്നെ മേലൊക്കെ തന്നെ കയറിപ്പോകും. അപ്പോൾ ഒരു യുക്തിവാദിയായൊരു മാഷോട് ചോദിച്ചു, അപ്പോൾ ലോകത്ത് ഇങ്ങനെ ഇറങ്ങും കയറും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ നാടുകളിലും വ്യത്യസ്ത സമയങ്ങളിലല്ലേ രാത്രി വരിക? അപ്പം ഏത് രാത്രിയിലാ അള്ള ഇറങ്ങുക? അപ്പോൾ ഓരോ നാട്ടുകാർക്കും ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അള്ള ഇങ്ങനെ ഇറങ്ങുന്ന, അപ്പം പിന്നെ അള്ളാഹ്ക്ക് ഇറങ്ങാനല്ലേ ഒഴിവുണ്ടാവുള്ളൂ, കയറാൻ നേരം ഉണ്ടാവില്ലല്ലോ. ഈ സംശയമൊക്കെ വരുന്നത് എന്തുകൊണ്ടാ? അള്ളാന്ന് കേൾക്കുമ്പോഴേക്ക് മൂപ്പരെ ഓർമ്മ വരികയാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹിനെ പരിഹസിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ നാട്ടിലെ ഈ പിഴച്ചുപോയ അശ്ശരികൾ. അവരുടെ വിശ്വാസം വളരെ പിഴവില്ല. അപ്പം ആ രൂപത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയാണ്, നമുക്ക് സുരക്ഷയുള്ള മാർഗം ഇതാണ്. മുൻഗാമികളൊക്കെ ഇങ്ങനെ ചെയ്തത്. അവരാരും ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല, അവരാരും ഇതിനെ പരിഹസിച്ചിട്ടില്ല. അപ്പം ഞാൻ അവസാനം പറഞ്ഞ വാചകങ്ങൾ മറക്കരുത് കേട്ടോ. ഇബ്നു കസീർ റഹിമഹുല്ലാഹയുടെ ആ വാചകം നമ്മൾ മനസ്സിൽ കൊത്തിവെക്കണം. അദ്ദേഹം പറയാണ്, അള്ളാഹു അവനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ചും പഠിപ്പിച്ച് തന്നത് എപ്രകാരമാണോ അപ്രകാരം അള്ളാഹുവിന് യോജിക്കുന്ന നിലക്ക് അതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കലാണ് സുരക്ഷിതമായ വിശ്വാസം. എല്ലാ പോരായ്മകളിലൊന്നും എൻ്റെ റബ്ബ് സുബ്ഹാനല്ലാഹ് മഹാപരിശുദ്ധനാണ് എന്ന് പറയലുമാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റാതെ ആര് മുന്നോട്ട് പോകുന്നുവോ ഫഖദ് സലക സബീലൽ ഹുദാ, അവൻ ഹിദായത്തിന്റെ മാർഗത്തിൽ സരണിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതാണ് ഈ വിഷയത്തിൽ. അപ്പോൾ അർശിനെ സംബന്ധിച്ചിടത്തോളം ഇനി അർശിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറെ ചില കാര്യങ്ങളുടെ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല. ഈ വ്യാഖ്യാനിക്കുന്നവരങ്ങനെയാണത്, ആ രൂപത്തിലാണ് അതിനെ കാണുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ മുമ്പിൽ നിത്യവും സുജൂദ് ചെയ്യുന്നുണ്ട് സൂര്യൻ. ഹദീസിലുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. എല്ലാ ദിവസവും സൂര്യൻ പോയിട്ട് അള്ളാഹുവിൻ്റെ അർശിന് മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോഴേക്ക് നമ്മളെ സുജൂദ് കാണണ്ട. അതിപ്പോൾ ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആനിലില്ലേ? അലം തറ അന്നല്ലാഹ യസ്ജുദു മൻ ഫി സമാവാതി വമൻ ഫിൽ അർളി എന്നാ പറയുന്നത്. എല്ലാം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന് ഖന്തഖിൽ വെച്ച് ഒരു വെട്ടേറ്റ് അദ്ദേഹത്തിന് കാലിൽ വലിയൊരു മുറിവ് പറ്റി. ആ മുറിവ് പറ്റിയിട്ട് രക്തം വാർന്നിട്ട് അദ്ദേഹം ഒരു മാസം കഴിഞ്ഞിട്ട് ഷഹീദായി. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ ഇങ്ങനെ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്താനുണ്ട്, ഇഹ്തസ്സ ലഹാ അർശുർ റഹ്മാൻ, ഇഹ്തസ്സ ലഹാ അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ സിംഹാസനം കുലുങ്ങിയെന്നാണ്. ആരുടെ മരണവാർത്ത കേട്ടിട്ട്? സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അർശ് കുലുങ്ങി. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വദാലിക ഇസ്തിബ്ശാറൻ വഫറഹൻ ബിഖുദൂമി റൂഹി സഅദ്, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് മുകളിലേക്ക് കയറി വരുന്ന സന്തോഷം കൊണ്ട് അർശ് കുലുങ്ങി. അർശിന് വലിയ സന്തോഷം തോന്നി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ നില അതിന്റെ അർത്ഥം എന്താണ്? മാത്രല്ല, അർശ് ഒരു വസ്തു തന്നെയാണ്. അർശ് ഇന്നും വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. വതറൽ മലായികത ഹാഫീന ഹൗലൽ അർശി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അർശിനെ വഹിക്കുന്ന മലക്കുകൾ. ഇനി നാളെ പരലോകത്ത് അത് വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മലക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്, വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമൈദിൻ സമാനിയ. 8 മലക്കുകൾ എന്നാണ്. 8 മലക്കുകൾ എന്ന് പറഞ്ഞാൽ 8 മലക്കുകൾ തന്നെയാണോ അതോ 8 വിഭാഗം ടീമാണോ 8 അണികളാണോ ഒന്നും നമുക്ക് പറയാൻ അറിയില്ല. അല്ലാഹു തആല 8 എന്ന് പറഞ്ഞു. ആ മലക്കുകളുടെയൊക്കെ വലിപ്പം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ഉൾക്കൊള്ളാൻ നിവൃത്തിയില്ല.
അള്ളാഹിൻ്റെ റസൂലിന് തന്നെ അറിയാം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന രൂപം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഹദീസ് കേൾക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, ഉദിനലി എനിക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പ്രത്യേകം പറഞ്ഞു അൻ നുഹദ്ദിസ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അൻ മലക്കിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശി അർശിന്റെ വാഹകരായ മലക്കുകളിൽ നിന്നുള്ള ഒരു മലക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് പ്രത്യേക അനുവാദം കിട്ടിയിരിക്കുന്നു. അള്ളാഹിനോട് പറഞ്ഞിട്ട് ഇതാപ്പങ്ങളോട് പറയണേ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. എന്താണ്? ഇന്നമാ ബൈന ശഹമത്തി ഉദ്നിഹി ഇലാ ആതിഖിഹി, ആ മലക്കിന്റെ ചെവിത്തൊട്ടി മുതൽക്ക് ചുമല് വരേക്കുള്ള മസാഫത്ത്, ദൂരം. നമുക്കിപ്പോൾ ഇവിടുന്ന് എത്രയുള്ളത്? ഇവിടെ തന്നെ വിരലോണ്ട് ഇങ്ങനെ ആങ്ങി കാണിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മസീറത്തു 700 ആമിൻ. എത്രയത്? 700 കൊല്ലം ഒരാള് സഞ്ചരിക്കേണ്ട ദൂരണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ എത്താൻ. സഹീഹായ ഹദീസാണ്. അപ്പൊ എത്രയാണ് ആ മലക്കിന്റെ വലിപ്പം? എത്രയായിരിക്കും? എത്രയാണ് മലക്കുകൾ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ 600 ചിറകുകളോടെ സാക്ഷാൽ രൂപത്തിൽ മുഹമ്മദ് മുസ്തഫ കാണുമ്പോൾ ചക്രവാളം മുഴുവനും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആൺ കണ്ടിട്ട് നേരെ നബിതങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങനെയാണ് താഴുകയാണ്. പേടിച്ചിട്ടേ 2 തവണ ആ രൂപം കണ്ടിട്ടുള്ളൂ. ജിബ്രീലിന്റെ സാക്ഷാ രൂപത്തിൽ അള്ളാഹിന്റെ റസൂൽ എത്ര തവണ കണ്ടിട്ടുള്ളൂ? 2 വട്ടം മാത്രം. ബാക്കിയൊക്കെ മനുഷ്യക്കോലത്തിലൊക്കെ വരല്ല. അപ്പൊ നോക്കൂ, മലായിക്കത്തുകളുടെ ലോകം എത്ര വിശാലാണ്. അതാ ജിബ്രീൽ, അതാ മീകായിൽ. ആ ആളോടാണ് നമ്മളെ മടവൂര് പറഞ്ഞത് തഖദ്ദം യാ ജിബ്രീൽ, ജിബ്രീലെ മുമ്പിലടക്കുക. അപ്പൊ അൻത തഖദ്ദം, ഇജ്ജ് മുമ്പിലടക്കം മടവൂരെ. ജിബ്രീൽ ഇങ്ങോട്ട്. കേരളത്തിലെ വിശ്വാസം. ഇനി അർശ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതപ്പ പാട്ടിറക്കിയില്ലേ? അർശിന്റെ അധിപനാണ്, മാലിക്കുൽ മുലൂക്കാണ് ഇതപ്പ പറയണേ. ആ മടവൂരാരാ, പടച്ചോനാണോ ചോദിക്കുന്നവരോട് പറയൂ അതെ 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 മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ, അറിഞ്ഞോളിന്ന് പാട്ടുപാടിയ ഒരു ശൈത്താണ്ട്. അയാളെന്നപ്പ പാടിയെന്ത്? മാലിക്കുൽ മുലൂക്കെ അർശിൻ അധിപനേന്ന്. ആരെ? മാലിക്കുൽ മുലൂക്കെ അർശിന്റെ അധിപനേന്ന്. ആരെയാ പറയണത്? മടവൂരിനെ, CM മടവൂരിനെ. അത് മൂപ്പർക്ക് മൊത്തം ലോകം നിയന്ത്രിക്കും, മൂപ്പര ഖബർ നിയന്ത്രിക്കാൻ അറിയില്ല. ചർച്ചപ്പെട്ടിന്ന് പൊരുത്തം 1 ലക്ഷം അടിച്ചുപോയി. ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ ഒരാൾ എനിക്കത് ഫോർവേഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അയാളെ പരിചയം ഉണ്ടോയെന്ന് ചോദിച്ചു. ആ കള്ളനോട് പോയിട്ട് പറയും, നിങ്ങൾക്ക് ഇപ്പോൾ രക്ഷപ്പെടാനൊരു തന്ത്രമുണ്ട്. അയാൾ അവിടുത്തെ നിത്യസന്ദർശകനായിരുന്നു എന്നല്ലേ പറയണത്. എനിക്കിങ്ങനെ തോന്നിയതാ. അപ്പോൾ നിത്യസന്ദർശകനായിരുന്നല്ലോ അയാൾ. അപ്പോൾ അയാൾ കുറേ ദിവസമായിട്ടുണ്ടാവും മടവൂരിനോട് ഇങ്ങനെ ചോദിക്കണം, 1 ലക്ഷം ഉറുപ്പിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും, ഇജിൻ്റെ പെട്ടിന്ന് എടുത്തോളുണ്ടോ. അങ്ങനെ ഞാൻ എടുത്താന്ന് പറഞ്ഞാൽ മോലേമാർക്ക് തള്ളാൻ പറ്റുമോ? പോലീസുകാർ വിടൂല, പക്ഷെ മോലേമാർക്ക് തള്ളാൻ പറ്റുമോ? മാത്രല്ല ഇനിയിപ്പോ അർശിന്റെ ഉടമ മൂപ്പർ, ആ അർശൊക്കെ മൂപ്പരാ ഭരിക്കണേന്ന്. അർശ് മുതൽ ഭൂമി 7 ഭൂമിക്കടിയിലുള്ള എല്ലാം ആരാ ഭരിക്കണേ? മൂപ്പര കയ്യിലാണ്, ഉള്ളം കയ്യിലാ അത്ര ഈ അർശൊക്കെ. ആരെ? മടവൂരിന്റെ. പേരോടൊക്കെ ഞെട്ടിക്കണ് ആ പാട്ട് കേട്ടിട്ട്. അപ്പോൾക്ക് മറ്റേ അഴ്സനി പറയുന്നുണ്ട്, നിങ്ങൾ ഞെട്ടണ്ട, നിങ്ങൾ അങ്ങനെ ഞെട്ടുകയാണെങ്കിൽ നിങ്ങളെ വിടൂലാന്ന്. കാരണം അഴ്സനി പറയുന്നതാ കാര്യം. അതാ ശരിയായ സമസ്ത. പേരോടാ മാറിയത്. സമസ്തന്റെ വിശ്വാസത്തിൽ ഇതിനൊന്നും തകരാറില്ല. കാരണം മൊഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഒരു വിശ്വസിക്കണം അങ്ങനെയാണ്. മൊഹീദ്ദീൻ ശൈഖ് അതാ പറഞ്ഞെന്ന് അറിയണേ. അർശും കുർസിയും ഒക്കെ എൻ്റെ ഒരു കൈപ്പിടിയിലാണെന്നാണ് മൊഹീദ്ദീൻ ശൈഖ് പാടുന്നത്. ഇനിപ്പെന്താ? ആ മൊഹീദ്ദീൻ ശൈഖിന്റെ താവഴിയിലുള്ള ആളാണ് ആര്? ഇന്നത്തെ മുദബ്ബിറുള്ള ആളാണ് ആര്? മടവൂര്. അപ്പൊ അയാളെ കയ്യിലുണ്ട്. ഒരിക്കൽ തള്ളാൻ പറ്റൂല. കുടുങ്ങിയിരിക്കണ്, ആകെ കുടുങ്ങിയിരിക്കണം. അഹ്ലുസുന്ന എന്നുള്ള കപ്പലിൽക്ക് കയറലല്ലാതെ ഒരു രക്ഷയില്ല, വേറെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസപരമായിട്ട് ഒരുപാട് ചെളിക്കുണ്ടിലാണ് നമ്മുടെ സഹോദരങ്ങൾ ഉള്ളത് കേട്ടോ. അതിനെ ഞാൻ അത് പറയണം. അല്ലാതെ വെറുതെ നമ്മൾ ഒരു കൂട്ടരങ്ങനെ പറഞ്ഞ് നമ്മൾ ആനന്ദം കൊള്ളാനൊന്നുമല്ല. നമ്മളൊക്കെ കൂട്ടുകുടുംബത്തിൽ ഈ മെമ്പർമാരുണ്ട്, ഈ വിശ്വാസക്കാർ, ഇവരൊക്കെ നമ്മൾ പറഞ്ഞ് തിരുത്തണം, നന്നാക്കി എടുക്കണം. അവരോടൊക്കെ പറഞ്ഞതിൻ്റെ ഗൗരവം പിടിപ്പിച്ചു കൊടുക്കണം. നമ്മളൊക്കെ വിശ്വാസം വളരെ പിഴവിലാട്ടോ, ഇതിലൊന്നും പെട്ടുപോകരുത് കേട്ടോ.
എന്ന് പറഞ്ഞ് അവരെ നല്ല നിലക്ക് ഗുണദോഷിച്ച് നസീഹത്തോടുകൂടെ അവരെ പറഞ്ഞു കൊടുത്ത് ആ വിശ്വാസത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് അവരെയൊക്കെ രക്ഷപ്പെടുത്തണം. അതിനാ നമ്മളിതൊക്കെ പറഞ്ഞു തരുന്നത്. എന്തിനാ? അല്ലാതെ വെറുതെ നമ്മളെ സമയങ്ങളല്ല. നിങ്ങളിതൊക്കെ പഠിച്ചു വെക്കണം. എന്തിനാണ്? നിങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോഴോ ഇനി ഇവിടുന്ന് തന്നെയോ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വലിയ അപകടത്തിലാട്ടോ, ഞങ്ങളെ കുറ്റം പറയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ മരിച്ചു പോയാൽ നമ്മളെന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്താ ഈ പറയണത്? അർശിൻ്റെ ഉടമയെന്ന് വരെ പറഞ്ഞില്ലേ, മാലിക്കുൽ മുലൂക്കാണെന്ന് വരെ പറഞ്ഞില്ലേ, പടച്ചോനാന്ന് പറഞ്ഞില്ലേ. അതിനൊക്കെ ആൾക്കാരില്ലേ? അതിനൊക്കെ അംഗീകരിക്കാൻ ആൾക്കാരില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല കേടുകൂടാതെ നമ്മുടെ ഖൽബിൽ ഇങ്ങനെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളെപ്പോഴും ദുആ ചെയ്യണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശും കുർസിയും ഒക്കെ വലിയ മഹത്വമുള്ളതാണ്. അതിനെ വിശ്വസിക്കേണ്ട നിലക്ക് നമ്മൾ വിശ്വസിക്കുക. അതൊക്കെ ഓരോ മഹത്വങ്ങളുള്ള വലിയ കാര്യങ്ങൾ അറിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിനെയും പടച്ചോനല്ലേ ആര്? അപ്പോൾ അള്ളാഹുടെ ഒരു മഹത്വം എത്രയാണ്? അപ്പോൾ അള്ളാഹ് എത്ര കുതിരത്തുള്ളവനാണ്. ആ റബ്ബിനെ നമ്മൾ എത്രത്തോളം ഭയപ്പെടണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. അവൻ്റെ കൽപ്പന നമ്മൾ കാറ്റിപ്പറത്തരുത്, അവൻ്റെ കൽപ്പനയെ നമ്മൾ പുറകോട്ട് വലിച്ചെറിയരുത്. അത്രത്തോളം മഹാനായ റബ്ബിനെ നമ്മളെങ്ങനെയാണ് നമ്മൾ ധിക്കരിക്കുക? നമുക്ക് എങ്ങനെ അതിന് പറ്റുമോ? എത്രയേ നമ്മളെ റബ്ബ് നമ്മളോടുള്ള വാത്സല്യം, എത്രയാ അവൻ നമുക്ക് നിഅമത്ത് ചെയ്തു തരുന്നത്, എന്തൊക്കെയോ അവൻ നമുക്ക് ചെയ്തു തരുന്ന കാരുണ്യങ്ങൾ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നന്മകൾ കൂടുതൽ ചെയ്യാൻ തോന്നും. കാരണം അള്ളാഹനെ നല്ല ഇഷ്ടാവും, നല്ലോണം ഇഷ്ടാവും. അതാ മഹബത്ത് എന്ന് പറയുന്നത്. അള്ളാഹിനോട് നല്ല മഹബത്ത് വരുമ്പോൾ നമ്മൾ കൂടുതൽ സൽക്കർമ്മം ചെയ്യും. നമുക്കൊരാളോട് ഇഷ്ടാവുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ നല്ലോണം തോന്നുമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ അള്ളാഹിനെ നമ്മൾ നല്ല ഇഷ്ടപ്പെടുക, അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുക. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല രൂപത്തിലുള്ള പാപമോചനവും ജന്നത്തൊക്കെ തരുമെന്നാണ് അള്ളാഹു തആല ഓഫർ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരുമാറാകട്ടെ. അതിന് ശേഷമുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെ ആയത്തുകളോടൊപ്പം വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പല ആളുകളും ബന്ധപ്പെട്ട നമ്മുടെ പല സുഹൃത്തുക്കളും പല പരിചയമുള്ളവരും അല്ലാത്തവരൊക്കെ ആസ്പത്രികളിൽ അഡ്മിറ്റായവരും അതുപോലെ തന്നെ വിവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുമുണ്ട്. ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ടോ ഈ സദസ്സിലുള്ളവരാവട്ടെ അല്ലാത്തവരാകട്ടെ, റഹ്മാനായ റബ്ബ് മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.